കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് ഞാൻ റെഗുലർലി കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വൈ സ്റ്റാർബക്സ് ഇസ് മോർ എക്സ്പെൻസീവ് ദാൻ അതർ കോഫി ഹൗസ് അല്ലെങ്കിൽ അതർ കോഫി എന്നൊക്കെ ഉള്ളത്. അത് കുറേ ആൾക്കാർക്ക് കുറേ തെറ്റിദ്ധാരണകളുണ്ട്, എന്താ റീസൺ എന്നറിയാതെ. ചിലർക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ കോഫിയിലാണ് ഈ ഗോൾഡൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഐ തോട്ട് ബിഫോർ ലീവിങ് ദിസ് ജോബ് കുറച്ച് കാര്യങ്ങൾ സ്റ്റാർബക്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്താ എക്സ്പെൻസീവ് ആണുള്ള റീസൺ ഷെയർ ചെയ്യാൻ കരുതി. ഇപ്പം ഒരു കോഫി എക്സ്പെൻസീവ് ആവാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞത് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അതായത് സ്റ്റാർബക്സ് ഓഫേഴ്സ് ഹൈ ക്വാളിറ്റി എത്തിക്കലി സോഴ്സ്ഡ് അറബിക്ക കോഫി ബീൻ ഫ്രം അറൗണ്ട് ദി വേൾഡ്. അതിൽ സിംഗിൾ ഒറിജിൻ കോഫി ബീൻ ഉണ്ട്, മൾട്ടി ഒറിജിൻ കോഫി ബീൻ ഉണ്ട്. അതെന്ന് പറയുമ്പം മോർ എക്സ്പെൻസീവ് ദാൻ ലോവർ ക്വാളിറ്റി കോഫി ബീൻ. പിന്നെ നമ്മളൊക്കെ വീട്ടിൽ കുടിക്കുന്ന കോഫി പാക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയിട്ട് കണ്ടെയ്ൻസ് ചിക്കറീസ് എന്നും പറഞ്ഞ് ഇത്ര പെർസെൻറ്റേജ് ചിക്കറി, ഇത്ര പെർസെൻറ്റേജ് കോഫി. അപ്പം അത് പ്യുവർ കോഫി അല്ല. സോ അത് വലിയൊരു റീസണാണ് ഇത് എക്സ്പെൻസീവ് ആണുള്ളത്. പിന്നെ നമുക്കാണെങ്കിൽ സ്റ്റാർബക്സ് ഓഫേഴ്സ് വൈഡ് റേഞ്ച് ഓഫ് ബെവറേജ്. അതിലാണെങ്കിൽ കോഫി ബെവറേജ് ഇൻക്ലൂഡിങ് ഫ്രാപ്പുച്ചീനോസ്, ലാറ്റേസ്, സീസണൽ ബെവറേജ്. അതിനൊക്കെ കൂടുതൽ ടൈമും എഫേർട്ടും ഇൻഗ്രീഡിയൻസും ഒക്കെ ആവശ്യമാണ്. അതൊരു ഫാക്ടറാണ്. പിന്നെ നിങ്ങൾ സ്റ്റാർബക്സ് സ്റ്റോർ വിസിറ്റ് ചെയ്തവരായിട്ടാണെങ്കിൽ അറിയാൻ പറ്റും. അതായത് സ്റ്റാർബക്സ് യൂസിങ് ഹൈ എൻഡ് എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എല്ലാ സ്റ്റാർബക്സ് സ്റ്റോറും അവർ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡിലാക്കി മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. അതൊരു ഫാക്ടറാണ്. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് മാത്രമല്ല, കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. മെയിനായിട്ടും വരുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ക്വാളിറ്റി തന്നെയാണ്. I hope you guys understand why Starbucks is more expensive.